വെൽക്കം ബാക്ക്. എന്തിനാണ് അവരെ കളിയാക്കുന്നത്? അവർക്കും നമുക്കിടയിൽ ജീവിക്കണ്ടേ? തടിയില്ല എന്നുള്ളത് അവരുടെ കുറ്റമാണോ? ഇനി അവരുടെ കുറ്റമാണ് എന്ന് വെച്ചാൽ തന്നെ, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടൊക്കെ ആണെങ്കിൽ തന്നെ കുറ്റം പറയുക, കളിയാക്കുക, ജനങ്ങൾക്കിടയിൽ വഷളാക്കുക എന്നത് എന്തിനാണ് ഈ തടിയില്ലാത്ത ആളുകളോട് ചെയ്യുന്നത്? തടിയില്ലാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാകാം. പാരമ്പര്യമായിരിക്കാം, ഒരുപക്ഷെ പോഷകാഹാരങ്ങൾ കഴിക്കുന്നതിൻ്റെ കുറവായിരിക്കാം, ഉറക്കമില്ലാത്ത ഓട്ടങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം, ശരീരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഉള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം. നമുക്ക് വേണമെങ്കിൽ കൺസൾട്ട് ഡോക്ടറെ കാണാം, അതിലെന്തെങ്കിലും പരിഹാരങ്ങളോട് അന്വേഷിക്കാം, ഒരു നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ട് ജിമ്മിൽ കുറച്ചൊക്കെ തടി സെറ്റപ്പ് ആക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, അത് എല്ലാം ചെയ്യാം. അതിലൊന്നും നടക്കുന്നില്ല എന്ന് തന്നെ സങ്കല്പിക്കുക. അയാൾ തടിയില്ല എന്നതിന് നമ്മളെന്തിനാണ് അയാളെ കുറ്റം പറയാൻ നടക്കുന്നത്? അവരതിൽ ഓക്കെയാണ്, നമ്മളെന്തിന്? നീ തടി കുറവാണ്, അത് ആപേക്ഷികമല്ല ഈ തടി എന്ന് പറയുന്നത്. സുമോ ഗുസ്തിക്കാരെ കാണുമ്പോൾ നമ്മുടെ തടിയൊന്നും ഒന്നുമല്ല, അവർക്ക് നമ്മളെ കാണുമ്പോൾ എടാ നീ മെലിഞ്ഞവനാടാ, നീയൊക്കെ എങ്ങനെയാടാ ജീവിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കുക. അവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു വേറൊരു ഫീലിലേക്കാണ്, നീയൊക്കെ അവിടെ ഭൂമിയുടെ ഭാരം വെറുതെ അല്ല, ഭൂമിയൊക്കെ കുഴിഞ്ഞു പോകുന്നു ചോദിക്കാൻ തോന്നും. ഞാൻ പറയുന്നത് തടി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള അവസ്ഥയിൽ അവർ ജീവിക്കട്ടെ, പക്ഷെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. കുറേ തടി കൂടിയിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാതെ ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വരാം. അതവിടെ എക്സസൈസ് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും ഭക്ഷണത്തിൽ കൺട്രോൾ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം ഒരാൾ തടിയില്ലെങ്കിൽ എടാ നീ കാറ്റടിക്കുമ്പോൾ പറന്നു പോകില്ലോടാ, എടാ നീ ഫുട്ബോൾ അടിക്കാൻ പോകുമ്പോഴത്തേക്കും നീ പാറിപ്പോകില്ലോടാ എന്നൊന്നും പറഞ്ഞ് അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല. അവർക്ക് നമ്മുടെ ഇടയിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവരെ കാണുമ്പോൾ എന്താണ് തടി ചോദിക്കണ്ട, അതവർക്ക് ഇഷ്ടമല്ല. ലെറ്റ് ദം ബി ഹാപ്പി. അവരായിരിക്കുന്നത് അവർ ഹാപ്പി ആയിരിക്കട്ടെ, അവർ നമുക്കിടയിൽ ആനന്ദത്തോടെ ജീവിക്കട്ടെ.